ഒത്തിരി നാളായല്ലേ ഇന്ന് നമുക്കൊരു മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ മേക്കപ്പ് ലുക്കാണ്. കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്യാം. സ്കിന്ന് നന്നായിട്ട് പ്രിപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴാണേലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി എന്താ പറയുക, നമുക്ക് മേക്കപ്പ് നന്നായിട്ട് ഹോൾഡ് ചെയ്യാനും അതുപോലെ മേക്കപ്പ് നമുക്ക് അത് വർക്ക് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. നമ്മുടെ ബേസ് കറക്റ്റാണ് അല്ലെങ്കിൽ ബേസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ എടുത്തിട്ടുള്ള പ്രോഡക്ട്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് ഞാൻ ടൈറ്റിലിൽ ഇങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം നമ്മൾ കുറേ നാൾ കൂടിയിട്ട് ഒരാളെ, അതും നമുക്ക് വളരെ സ്പെഷ്യലായ ഒരാളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, കുറേ നാൾ കൂടി കാണുമ്പോൾ. ആ ഒരു ഫീലാണ് എനിക്കിപ്പോൾ. ഓക്കെ, എന്താ പറയുക, ഞാൻ ഇതിനെപ്പറ്റി നമ്മുടെ വീഡിയോയിൽ കുറച്ച് നാൾ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എനിക്ക് കുറേ നാളായി നമ്മൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീണ്ടും പഴയ ആ ഒരു റുട്ടീനിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് നമുക്ക് സ്കിൻ ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ റുട്ടീൻ ചേഞ്ച് ചെയ്യുന്നതും. അങ്ങനെ ആയിരുന്നു കുറച്ച് നാൾ വരെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരുന്ന പ്രോഡക്ട്സും അങ്ങനെയൊക്കെ. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു നോർമൽ ആയപ്പോൾ എനിക്ക് ആ ഒരു പഴയ റുട്ടീനിലേക്ക് പോയാൽ കൊള്ളാം എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞുകൊണ്ട് വരുന്ന പ്രോഡക്ട്സ് ഓക്കെ ഇത് തന്നെയാണ്. ഇതിൽ ചിലരുടെയൊക്കെ ഫേസ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞുതരാം. എന്തായാലും കുറേ നാൾ കൂടിയിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ന്യൂട്രിഡം ഡെർമാവൈവിൻ്റെയൊക്കെ പ്രോഡക്ട്സ് നമ്മൾ കുറേ നാൾ യൂസ് ചെയ്തതാണ്. അതുപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് ക്ലൻസ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡെർമാവൈവിൻ്റെ ഈ ഒരു ക്ലൻസർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പാക്കേജിങ് ഒക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് പഴയതിനേക്കാളും ഇത് ഇഷ്ടമായി കേട്ടോ. ഇത് കുറച്ചുകൂടി നല്ല സിമ്പിളാക്കി, മറ്റേതിനേക്കാളും കുറച്ചുകൂടി നല്ല രസമുണ്ട്. ഓക്കെ, എനിക്കിതാട്ടോ ഇഷ്ടമായത്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലെൻസർ. പുതിയ പാക്കേജിങ്ങിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസിലോ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഡെർമാവൈവ് ഹൈഡ്ര ക്ലെൻസർ ഓട്ട്മീൽ ക്ലെൻസറാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് വരുമ്പോൾ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വേറെ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞല്ലോ. പണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഏറ്റവും നമുക്ക് ഫേസ് സെൻസിറ്റീവ് സ്കിന്നാണ് അല്ലെങ്കിൽ ഒരു ആക്നി പ്രോൺ സ്കിന്നാണ്, കോമ്പിനേഷൻ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമുക്കൊരു മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസർ എന്ന് പറയുമ്പോൾ എല്ലാ സ്കിന്നും സ്യൂട്ടാവും അല്ലേ. അപ്പോൾ ഇത് അങ്ങനെയാണ്, മൈൽഡായിട്ടൊരു ക്ലെൻസറാണ്. ഇതിന് വേറെ ഫ്രേഗ്രൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഫേസിന് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, ഒരു ഡീപ്പ് ക്ലെൻസിങ് കഴിഞ്ഞ ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. ഓക്കെ, ഞാനിപ്പോൾ കൂടി ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്തത് നമ്മൾ മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിന് ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂട്രിഡമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ. എന്താ പറയുക, സ്റ്റാർ ഓഫ് ദ ഷോ എന്നൊക്കെ പറയാവുന്ന പോലെ ഇതാണ്. ഓക്കെ, നമ്മുടെ ഒരു സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ വിറ്റമിൻ ഇ ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എനിക്ക് ഈ ഡെർമാവൈവിൻ്റെ ക്ലെൻസറിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കാര്യം എനിക്ക് അന്നും ഇന്നും പറയാനുള്ളത്. നിങ്ങളുടെ ഇത് സെൻസിറ്റീവ് സ്കിന്നാണ് അല്ലെങ്കിൽ എന്ത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ, ഒരു ജെൻറ്റിലായിട്ടൊരു മോയ്സ്ചറൈസർ, ഒരു ബേബി ക്രീം പോലെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു ബേബി ലോഷൻ, ബേബി ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും സേഫായിട്ട് അതേ ആ ഒരു ഫീലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശരിക്കും നമുക്കൊരു ബേബി ക്രീമിൻ്റെയൊക്കെ ആ ഒരു ഫ്രേഗ്രൻസും അതൊക്കെയാണ് കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിനെ അങ്ങനെ ഒട്ടും ഓയിലി ആക്കില്ല, ഗ്രീസി ആക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ,
പിന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. സ്കിന്നിൽ നമുക്ക് എനിക്ക് പ്രത്യേകിച്ചും ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇഷ്ടം. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഇങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിലെ സ്കിന്നാണേലും നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക, മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുക. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഇതും ന്യൂട്രിഡോമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്നുണ്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നുണ്ട് നമുക്ക് സ്കിന്ന്. ഓക്കെ, നമുക്കിത് ഒട്ടും തന്നെ അങ്ങനെ തിക്കായിട്ടുള്ള ഇത് ന്യൂട്രിഡോമിൻ്റെ ആണെങ്കിലും ഇതാണെങ്കിലും അങ്ങനെ ഭയങ്കര തിക്കല്ല. അപ്പോൾ സ്കിന്നിൽ നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും പിന്നീടാണെങ്കിലും നമുക്കങ്ങനെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മേക്കപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ലിപ് ബാം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഫൗണ്ടേഷൻ മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ ലിങ്ക്സ് കിട്ടാവുന്നതിൻ്റെയൊക്കെ ലിങ്ക്സ് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം, ഒരു സജഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ മേക്കപ്പ് വീഡിയോസ് കുറവാണിപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയണോ, അതോ നമുക്ക് മേക്കപ്പ് വീഡിയോസ് ഷോർട്സിൽ ചെയ്താലോ, ഷോർട്ട് വീഡിയോ ആയിട്ട്? അപ്പോൾ അത് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു മേക്കപ്പ് വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്രയും ബാക്ക് ടു ബാക്ക് സെയിം സ്റ്റെപ്പ് എല്ലാം സെയിം ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറടി തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്താ വേണ്ടതെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഇത് വെറുതെ വോയിസ് ഓവർ തരണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇതൊന്ന് നിങ്ങളോട് ചോദിക്കാം, എന്നിട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തു, ഫോൾസ് ഐലാഷസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ, ആ ഒരു 2 ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിത് കുറച്ച് മാത്രം ജസ്റ്റ് എല്ലാം ഒന്ന് കാണിക്കുന്നു എന്നുള്ള, എല്ലാ സ്റ്റെപ്സും കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കാം. നല്ല ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ, ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.